മോനെ, കുറച്ചു ദിവസമായി അമ്മയൊരു വിവരം അറിഞ്ഞിട്ട്. അപ്പുറത്തെ വീട്ടിലെ വിനയമാഷ മോനെ അറിയില്ലേ? പരിചയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വല്ലപ്പോഴും കാണും. എന്താ? അല്ല, നമ്മുടെ റോസിയും ആ മാഷും തമ്മില്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നമ്മളെ ശ്രദ്ധിച്ചാ നന്ന്. നീ ഒരാണാണ്, ഏത് പെണ്ണിനെയും വേണേ കൈപിടിച്ചു കൊണ്ടുവരാം. പക്ഷേ അങ്ങനെയല്ല റോസിയുടെ കാര്യം. നമ്മുടെ കുടുംബ പശ്ചാത്തലം അറിയുന്നവരാരും ഒരു ബന്ധത്തിന് തയ്യാറാവില്ല. ആ സ്ഥിതിക്ക് ഈ വിനയമാഷ് ആളെങ്ങനെ? കേട്ടിടത്തോളം നല്ലൊരു ചെറുപ്പക്കാരനാ. പക്ഷേ ആ മനുഷ്യനുമായിട്ട് വലിയ അടുപ്പത്തിലാ. അതുകൊണ്ടെന്താ? ആരെതിർത്താലും അവരുടെ വിവാഹം നടത്തി കൊടുക്കുമെന്ന് മാഷക്കും റോസിക്കും അയാൾ വാക്കു കൊടുത്തിട്ടുണ്ട് അത്രേ. അത് അവര് മാത്രം തീരുമാനിച്ച പോരല്ലോ. ചോദിക്കാനും പറയാനും ആളില്ലാത്തവർക്കല്ലേ ഒരു നടത്തിപ്പുകാരന്റെ ആവശ്യം. മോനെ, അയാള് നമ്മളെ തോൽപ്പിക്കാമെന്ന് ഉദ്ദേശിച്ച ഈ വിവാഹത്തിന് കൂട്ടു നിൽക്കുന്നത്. അതിന് സമ്മതിക്കരുത്. ആ, ഇനി നീ ആലോചിച്ച് വേണ്ടത് ചെയ്യ്. വിനയന് അഭിപ്രായം എന്താണേലും തോന്നു പറയാം. വിരോധമില്ലെങ്കിൽ ആരെയാണ് അറിയിക്കേണ്ടെന്ന് വെച്ചാൽ അതിനുള്ള ഏർപ്പാട് ചെയ്യും. അതല്ല മറിച്ചാണെങ്കിൽ ഇന്ന് റോസി വെറുതെ വിട്ടേക്കും. കുടുംബത്തിന്റെ പൂർവ്വസ്ഥിതി അന്വേഷിച്ചിട്ടല്ല ഞാൻ റോസി ഇഷ്ടപ്പെട്ടത്. എന്റെ സങ്കല്പത്തിലൊരു പെൺകുട്ടി അത് റോസിയാണ്. റോസി, ഒന്നൊന്ന്. എന്താ വിളിച്ചേ? പിന്നെ ഞാനൊന്ന് നാട്ടിൽ പോവാ, ഒരാഴ്ച കഴിയും വരാൻ. എന്തിനാ മാഷെ ഒരാഴ്ച? അത്രമാത്രം ദൂരെയാണോ? പിന്നെ അങ്ങ് വടക്ക് വടക്ക് ഒത്തിരി ദൂരെയല്ലേ എന്റെ നാട്. ഒരാഴ്ച ഇപ്പൊ കഴിയും കുട്ടി. ഓ, എനിക്ക് കൊതി കൊണ്ടൊന്നുമല്ല, വേഗം വന്നൂടേന്ന് ചോദിച്ചതാ. അതെ അതെ, ഏതായാലും നീ കേറ്, ഞാൻ കോളേജ് കൊണ്ട് വിടാം. കേറ് കൊച്ചേ, എല്ലാരും പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞില്ലേ? അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട, തനിച്ചങ്ങ് പോയാ മതി. എന്റെ കൊച്ചെ, മനുഷ്യന്റെ കാര്യമാ. ഈ ടൂ വീലറുമേ ഞാൻ ദൂരെ എത്ര തനിച്ച് പോണം? ഒരു കാമോൻ എന്ന നിലയ്ക്ക് എന്റെ ഒടുക്കത്തെ ആഗ്രഹമല്ലേ. ദൂരെ യാത്രയ്ക്ക് പോകുന്നതാ, കരിനാക്ക് എഴുന്നള്ളിക്കണ്ട. ഓ സമ്മതിച്ചു, ഞാൻ മിണ്ടുന്നില്ല. മോള് കേറ്. ആരെ? കേശവൻ നായരോ? വന്നാട്ടെ, ഇരിക്കും. വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് തന്നെയാ ഞാൻ വന്നത്. പിന്നെ സുരേന്ദ്രന്റെ അടുത്തൊരു സുഹൃത്തെന്ന നിലയ്ക്ക് വക്കീലിനോട് തന്നെ പറയുന്നതാ നല്ലതെന്ന് തോന്നി. എന്തൊക്കെയാണെങ്കിലും ചെറിയാച്ചൻ അവരുടെ അച്ഛൻ തന്നെയാണല്ലോ. ആ നിലയ്ക്ക് വിവാഹ നിശ്ചയത്തിലും മറ്റും അയാളെ മാറ്റി നിർത്തുന്നത് ശാപമാവില്ലേ വക്കീലെ? എന്തു ചെയ്യാം, ആ തള്ളയും മോനും രണ്ടും കൽപ്പിച്ച. അതെ, സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു നോക്കാറുണ്ട്. സുരേന്ദ്രനോട് വക്കീലിനൊന്ന് പറഞ്ഞുകൂടെ? ആ ചെറിയാച്ചൻ ചടങ്ങിന് ഉമ്മർത്ത് വന്നു വെക്കോട്ടെ, നാലാളെ കൊണ്ട് പറയിക്കണ്ടല്ലോ. കേശവൻ നായര് മറ്റൊന്നും കരുതരുത്. കാര്യം അവൻ എന്റെ സുഹൃത്തൊക്കെ തന്നെയാ. പക്ഷേ അവൻ ഒരുമാതിരി ആ തള്ളയുടെ മോനാ. എന്തെങ്കിലും പറഞ്ഞാൽ മുഖവിലേക്ക് എടുക്കാത്തവരോട് പറയാൻ എനിക്ക് വിഷമം. എങ്കിൽ സാരമല്ല, ഞാൻ ഇറങ്ങുന്നു. ഈ ഒരു കാര്യം കൊണ്ടെങ്കിലും നന്നായി കിട്ടിയാലോ എന്ന് കരുതി. വിഷമമുണ്ട്. വരട്ടെ. ചെറിയച്ചോ, ലീവാണോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വീട്ടിലെ 16 അടിയന്തരം, മരണം, കല്യാണം, പേറ്, കുളി, കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കുക, മാർക്കറ്റിൽ പോവുക, മീൻ വാങ്ങിക്കുക, അവന്റെ അമ്മയുടെ അടുക്കളയിൽ വെച്ചിട്ട് അത് മുറിച്ചു കൊടുക്കുക, ഇതെല്ലാം പോലീസുകാരുടെ ഡ്യൂട്ടിപ്പെട്ടതാണെന്നാണല്ലോ വെപ്പ്. ആണല്ലേ, അതുകൊണ്ട് മാത്രം കാര്യമായില്ല.
എടോ, ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുക. തന്റെ അല്ലാത്ത ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് മുഖത്ത് നോക്കി തറപ്പിച്ച് പറയുക. പക്ഷെ അതിന് നട്ടല് വേണം, അല്ലാത്തവൻ അനുഭവിച്ചോ. പോട്ടാച്ചായോ, നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്തു എന്ന് വെച്ച് നമുക്ക് പുറത്തിയ നഷ്ടം വരാനില്ലല്ലോ. അത് ചെയ്തു കൊടുത്തു. അച്ചോട്ടോ ഒരു 100 കുഞ്ഞിരാനോട്. വേണ്ട വേണ്ട. അപ്പഴേ ഞാൻ വന്നതേ നമുക്ക് പുറത്തേക്ക് പോവാം. ഒരു കാര്യം പറയാണ്ട്. ഇയാളിരിക്കുന്നേ അല്ലെ, എഴുന്നേക്ക് വരി. ഇയാളൊരു വെഞ്ചു കൊണ്ടിട്ട് നോക്കി നടക്കണ്ടേ വഴിയില്. ചെറിയച്ഛൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. എന്താ കുഞ്ഞിരാന? ഇന്ന് കല്യാണ നിശ്ചയമോ? റോസി മോളുടെ. എന്റെ റോസി മോളുടെ? മോൾ അതവിടെ വെച്ച് റോസിയോടൊന്ന് ഒരുങ്ങാൻ പറ. നല്ലൊരു ദിവസമായിട്ട് അവളെന്തിനാ മൂടിക്കെട്ടിയിരിക്കുന്നത്? അത് ശരിയാ. തുലാമ്പത്ത് കഴിഞ്ഞ പ്ലാപ്പത്തിലും കിടക്കാന്ന പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിലൊക്കെ പതിര് വീണില്ലേ കാരണവരെ? കന്നിലേ തുടങ്ങിയതാ വെയില്. എന്ത് നാശത്തിനാണാവോ? കല്യാണം കഴിഞ്ഞ പിന്നെ ഇതൊക്കെ മാഷ് ചെയ്തോളും കേട്ടോ. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ. ഇഷ്ടപ്പെട്ട പുരുഷനുമായി കല്യാണം നിശ്ചയിക്കുന്ന ദിവസമായിട്ട് മുഖം വീർപ്പിച്ചിരിക്കാ. സന്തോഷിക്കല്ലേ വേണ്ടത്? എന്റെ അച്ഛൻ അന്യനെ പോലെ അച്ഛനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ശ്യാമേച്ചി? റോസി, നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. സുരേട്ടനും അമ്മയ്ക്കും ഇപ്പോൾ എതിർപ്പുണ്ടെങ്കിലും നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നിനക്കും വിനയനും അച്ഛനെ പോയി കാണാലോ, ആരെയും പേടിക്കാതെ. നല്ല കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മളെല്ലാം കുട്ടികളെല്ലാം ഗൾഫിലല്ലേ? ചുരുക്കി പറഞ്ഞ നമ്മളെല്ലാം ഒരുപോലെ. വാ, നീ ഇങ്ങോട്ട് വരാൻ. മൂപ്പര് മനസ്സിലായില്ല. മൂപ്പര് പിന്നെ അതെ, ഞങ്ങൾ രണ്ടുപേരും സാറിന്റെ കീഴിലുള്ള പോലീസുകാരാ. മൂപ്പര് റിട്ടയർഡായി, ഞാനിപ്പോഴും സർവീസിലുണ്ട്. നിന്റെ അമ്മയുടെയും ഭാഷ ആ റോസിയുടെ ജീവിതം കൊണ്ട് തീർക്കരുത്. അയാൾ ഇതിനകത്ത് വരാൻ പാടില്ല. ശരിയാച്ചും ചുമ്മാ വന്നിരുന്നിട്ട് പൊയ്ക്കോട്ടെ. നീ അമ്മയെ പുറത്തേക്ക് വിടരുത്. നീയും അങ്ങോട്ട് വരണ്ട. ഇത് ഞാനും കേശവനാരോട് ഡീൽ ചെയ്തോളാം. നീ അകത്ത് പോ. എന്നാ പിന്നെ നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താ? പെണ്ണും ചെറുക്കനും നേരത്തെ കണ്ട് തീരുമാനിച്ച സ്ഥിതിക്ക് കാര്യങ്ങളൊന്നും അധികം പറയാനില്ലല്ലോ. പിന്നെ ഒരു ചടങ്ങിന് നമ്മൾ ഒന്ന് കണ്ടുപോവുക, അത്ര തന്നെ. പെണ്ണിന് അച്ഛനില്ലാത്ത സ്ഥിതിക്ക് കേശവനാരുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അച്ഛാ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് കാപ്പ് കുടിച്ചിട്ട് സംസാരിക്കാം. വന്നേ. ഒക്കെ നല്ലതിനാന്ന് കരുതുക. കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, നിറഞ്ഞു ഒരുപാട്.